നിങ്ങളെന്താണ് കരുതിയത്? ബോച്ചെ അറസ്റ്റിലായാൽ കേരളം സഭ്യതയുടെ ശ്രീകോവിലാക്കുമെന്നോ? കമന്റ് ബോക്സിൽ പെൺ സൗഹൃദത്തിന്റെ മന്ദാരമലരുകൾ പൂത്തു വിരിയുമെന്നോ? നിങ്ങൾക്ക് തെറ്റി. ഒരു ബോച്ചെ അറസ്റ്റിലായാൽ 1000 ബോച്ചെ പുറത്തുണ്ട്. പുറത്തു വരുന്ന ബോച്ചയെ കാത്തിരിക്കുകയാണ് ആ കാമവെറി കൂട്ടം ഹാരമണിയിച്ച് സ്വീകരിക്കാൻ. പൂമാലയും PR ടീമും സജ്ജം. അറസ്റ്റ് പേടിച്ച് കമന്റ് ബോക്സ് ഇപ്പോൾ നിശബ്ദമാണ്. പ്രതികരിക്കാൻ മുട്ടി നിൽക്കുന്ന ചിലരുണ്ട്. അവരൊക്കെ ചാനൽ ചർച്ചകളിൽ തലപൊക്കുന്നുമുണ്ട്. പുറത്തിറങ്ങിയാൽ ബോബിയെ പൂമാലയിട്ട് സ്വീകരിക്കുമെന്നാണ് പ്രഖ്യാപനം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി തിരിച്ചു വരികയാണ്. മാലയിട്ട് തന്നെ സ്വീകരിക്കണം. പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ആണുങ്ങൾക്ക് ചിലതൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലൊന്നും നടക്കാൻ പാടില്ല എന്ന പതിവ് സാരോപദേശക്കാരും കൂടുതൽ സ്ട്രോങ് ആയി രംഗത്തുണ്ട്. പൂമാലയിടാൻ കാത്തു നിൽക്കുന്നവരോടും പെണ്ണിന്റെ കാല് കാണുമ്പോഴേക്കും കാമം തിളയ്ക്കുന്നവരോടും പറയാനുള്ളത് ഹണി റോസ് പറഞ്ഞ അതേ മറുപടിയാണ്. ഇന്ത്യൻ നിയമ സംവിധാനം അനുവദിക്കുന്ന വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ. ബോച്ചെ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കൊട്ടും കുറ്റബോധമില്ലെന്ന്, തനിക്കെതിരായ പരാതി ദ്വയാർത്ഥ പ്രയോഗം മാത്രമെന്ന്. ശരിയാണ്, ഗോവിന്ദച്ചാമിയെപ്പോലെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നില്ല. പക്ഷേ ആൾക്കൂട്ടത്തിന് നടുവിലിട്ട് അതിനേക്കാൾ ക്രൂരമായ വിധം അപമാനിച്ചു. ഉടുത്ത വസ്ത്രമൂരിയെറിഞ്ഞ് നടുറോട്ടിൽ നിർത്തിയ പോലെ ഒരു നടിയെ വാക്കുകൾ കൊണ്ട് മാനഭംഗപ്പെടുത്തി. റേപ്പിനേക്കാൾ ക്രൂരമാണ് റേപ്പ് ജോക്ക്. പെണ്ണിന്റെ മാനം തന്നെയാണ്. 1.25 കോടി രൂപ വിലയിട്ടാലും അതിന് പകരമാകില്ല എന്ന് പറഞ്ഞത് വിജയൻ മാഷാണ് പണ്ട് ഇന്ത്യ വിഷനിൽ MP നികേഷ് കുമാർ നടത്തിയ അഭിമുഖത്തിൽ. സംശയമുണ്ടെങ്കിൽ കേട്ടുനോക്കാം. പണം ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കും എന്ന് ചോദിക്കുന്നില്ല. അതായത് ഹ്യൂമൻ ഹാപ്പിനെസ് എന്നുള്ള പ്രൈമായിട്ടുള്ള വസ്തു നിർമ്മിക്കുന്നതിന് പകരം ഇത് മുഴുവൻ കൺവെർട്ട് ചെയ്യാം. നിങ്ങളുടെ മാനം പോയാൽ 1 ലക്ഷം റുപ്യ 1.25 ലക്ഷം റുപ്യ തരാം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു പെൺകുട്ടിയുടെ മാനം പോയാൽ ഞങ്ങളെ ഓർക്കുന്നത് 4 റുപ്യ എന്നാണ് ശബ്ദങ്ങളിൽ പറയുന്നത്. ഒരു സ്ത്രീയുടെ മാനത്തിന് അത് 1.25 കോടിയാക്കാം എന്ന് പറഞ്ഞാലും മാനം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ കൺവെർട്ടിബിൾ തിങ്. വിജയൻ മാഷും അഴീക്കോട് മാഷും ഒക്കെ ജീവിച്ചു മരിച്ച അതേ കേരളത്തിലിരുന്നാണ് നമ്മൾ ബോച്ചയുടെ വൃത്തികെട്ട പഴംപൊരി പരാമർശവും കേൾക്കുന്നത്. അതേ കേരളത്തിൽ ബോച്ചയെ പോലൊരാളെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യവും നമ്മൾ കേൾക്കുന്നു. ഇവിടെ ഒരു ഇന്ത്യയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ബോംബ് വെച്ച് ഒരു സ്ത്രീയുടെ പുറകിൽ വെച്ച് ഫിറ്റ് ചെയ്ത് ഇന്ത്യയെ മൊത്തം തകർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്ന് വയനാട് പോയി അതീവ രഹസ്യമായിട്ട് പോലീസ് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്തിനാണ് ഇതിൻ്റെ നടപടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഈ കേരള പോലീസിനോടാണ് പറയുന്നത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണെങ്കിൽ, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരും 2 ദിവസത്തിനകം. ഏതെങ്കിലും ഒരു സമര പോരാളി മരിച്ചാൽ ഇല്ല, മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് അനുയായികൾ വികാര നിർഭരമായി മുദ്രാവാക്യം മുഴക്കാറുണ്ട്. അതിനേക്കാൾ ഉച്ചത്തിൽ ആവേശത്തോടെയാണ് ബോച്ചയ്ക്ക് വേണ്ടിയും ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത്. ബോച്ചെ അകത്തായാലും പുറത്തുള്ള ഞങ്ങളിലും ഒരു ബോച്ചെ ജീവിക്കുന്നു എന്നാണ് ഇവർ പുതിയ കേരളത്തോട് വിളിച്ചു പറയുന്നത്. പേടിക്കണം ഈ കൂട്ടത്തെ. പണത്തിന്റെ ഹുങ്കിന് ഒരു കുറവും വന്നിട്ടില്ല, ഒരു കുറ്റബോധവുമില്ല എന്ന ഡയലോഗ് അതുകൊണ്ടാണ്. ശരിയാണ്, കൊലപാതകമൊന്നുമല്ല, എളുപ്പത്തിൽ പുറത്തു വരാം. പൂമാലയും സ്വീകരണവും ഒക്കെ ഉണ്ടാകും. എങ്കിലും ഒന്ന് മടിക്കും. കുന്തിദേവിയുടെ പുരാണം തേടിപ്പോയാൽ ഇനിയും അകത്താകും എന്ന പേടി ഉണ്ടാകും. അപ്പോഴും ആ പേടി ബോച്ചയ്ക്ക് മാത്രമാണ്. ബോച്ചയുടെ ലക്ഷക്കണക്കിന് പതിപ്പുകൾ പുറത്തുണ്ട്. ആർത്തിനോട്ടങ്ങളുടെ 51 അക്ഷരം നിരത്തി അവർ ഇനിയും നാക്ക് നീട്ടും. അതുണ്ടാകരുത്. അശ്ലീലത്തിന്റെ കമന്റ് ബോക്സ് എന്നേക്കുമായി പൂട്ടിക്കണം. ഹണി റോസ് തുടങ്ങിവെച്ച പോരാട്ടം തുടരാൻ കേരളത്തിന് കഴിയട്ടെ. പൂമാലയല്ല വേണ്ടത്, ചീമുട്ട.